എക്സിറ്റ് പോള് എന്ന് പറയുന്നത് അവർ ധാരാളം വിവരങ്ങളും അഭിമുഖങ്ങളും കണക്കുകളും ഒക്കെ വെച്ച് നടത്തുന്നതാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായൊരു കാര്യം ഞാൻ പറയുന്നത്, NDAക്ക് ഒരു അധികാര തുടർച്ച കിട്ടുന്നതിനെ പറ്റി വളരെ പ്രയാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇന്ത്യൻ ജനാധിപത്യം പിന്നെ അപകടപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഏത് കാരണവശാലും NDA മുന്നണിക്ക് അധികാര തുടർച്ച കിട്ടരുത് എന്നാണ് എൻ്റെ വിചാരം. ഇപ്പം എക്സിറ്റ് പോൾ പറയുന്നത് അത് കിട്ടും എന്നാണ്. അത് കേൾക്കാൻ വിഷമുള്ള ഒരാളാണ് ഞാൻ. NDA മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക്, ദൈവാധിപത്യത്തിലേക്ക്. ആലോചിച്ച് ഈ ഇലക്ഷന് നമ്മുടെ പ്രധാനമന്ത്രി പറയാണല്ലോ, എന്താ പറയുന്നത്? ദൈവം അയച്ച ഒരാളാണ് ഞാൻ. എന്തൊരു നിലവാരമില്ലാമെന്ന് ആലോചിച്ച് ഞാൻ ജനങ്ങളുടെ ആളാന്നല്ല, ഞാൻ ദൈവത്തിൻ്റെ ആളാണെന്നാ. അങ്ങനെ ജനാധിപത്യമാണോ ദൈവാധിപത്യമാണോ? അപ്പോൾ ദൈവാധിപത്യത്തിലേക്ക്, ഹിന്ദു രാഷ്ട്രത്തിലേക്ക്, സർവാധിപത്യത്തിലേക്ക്, ഫാസിസത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും NDA മുന്നണി വന്നാൽ ഉണ്ടാകും എന്ന് ആശങ്കപ്പെടുന്ന അനേക കോടി ഇന്ത്യക്കാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും കിട്ടാനിടയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന തിരുവനന്തപുരം, അല്ലെങ്കിൽ പത്തനംതിട്ട, അല്ലെങ്കിൽ തൃശ്ശൂർ, ഈ 3 മണ്ഡലങ്ങളിലും സാമാന്യമായിട്ട് UDF അല്ലെങ്കിൽ LDF അല്ലാതെ BJP വരില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി അദ്ദേഹത്തിന്റെ പ്രവചനവും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും പങ്കുവയ്ക്കുകയായിരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.